ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചോക്ലേറ്റ് കസ്റ്റേർഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 2 കപ്പ് പാല് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാല് ഇളം ചൂടാകുമ്പോൾ 1/2 കപ്പ് പാലെടുത്തിട്ട് 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട്. കസ്റ്റാർഡ് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. നമ്മുടെ പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പാല് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഇളം ചൂടുള്ള പാലൊഴിച്ച് കട്ടയില്ലാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചൂടായിക്കൊണ്ടിരിക്കുന്ന പാലിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം മധുരമുള്ള പുഡിംഗ് ആണ്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി കുറുകി വന്നിട്ടുണ്ട്. ടോപ്പിലെ ലെയർ നമ്മൾ അധികം കുറുകിയെടുക്കാൻ പാടില്ല. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് ടോപ്പിലെ ലെയർ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈവച്ച് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ മേലെ ഒരു ഡിസൈനായിട്ട് ഇങ്ങനെ വരും. ഇതിന് പകരം നട്ട്സ് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എന്താണ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. ഒരു മീഡിയം മധുരം ഇതിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്